നമുക്കെല്ലാവർക്കും ജീവിതം ഒന്നേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ പലതും ചെയ്യണം, വിജയിക്കണം എന്നൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ നമ്മളെ ഒരു തരത്തിലും രക്ഷപ്പെടാനായിട്ട് കഴിയാത്ത വിധം നമ്മളെ പുറകോട്ട് പിടിച്ചു വലിക്കുന്ന ചില ദുശ്ശീലങ്ങൾ നമ്മൾ അറിയാതെയാണെങ്കിലും പിന്തുടരുന്നുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഈ ദുശ്ശീലങ്ങൾ നമ്മൾ തീർത്തും ഉപേക്ഷിച്ചേ മതിയാകൂ. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ദുശ്ശീലങ്ങൾ ഉണ്ടോ എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. ജീവിത വിജയത്തിന് ആദ്യം തന്നെ നാം ഉപേക്ഷിക്കേണ്ട ഒരു ദുശ്ശീലം അല്ലെങ്കിൽ ചിന്ത എന്ന് പറയുന്നത് അവനവനെ തന്നെ ചെറുതാക്കി കാണുന്ന ഒരു മനോഭാവം ചിലർക്കുണ്ട്. എന്തിനാണ് നാം നമ്മളെ തന്നെ ഇത്ര ചെറുതാക്കി കാണുന്നത്? എല്ലാ മനുഷ്യർക്കും ദൈവം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എന്തെല്ലാം കഴിവുകൾ തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളെ നമ്മൾ തന്നെ സ്വയം ഒന്ന് കണ്ടെത്തിയിട്ട് അതിനുവേണ്ടി മുന്നോട്ട് ഇറങ്ങുക. അതല്ലാതെ നമ്മളെ ഒന്നിനും കൊള്ളില്ല, ഞാനൊരു കാര്യവും ചെയ്താൽ വിജയിക്കില്ല എന്നൊക്കെ ഇങ്ങനെയുള്ള ചിന്ത, അവനവനെ തന്നെ ചെറുതാക്കി കാണിക്കുന്ന ഈ ഒരു ചിന്തയുണ്ടെങ്കിൽ നമ്മളെ പിന്നെ ആരും സപ്പോർട്ട് ചെയ്യത്തില്ല. നല്ല വിദ്യാഭ്യാസവും കഴിവും ഒക്കെ ഉള്ള വീട്ടമ്മമാർ ഇപ്പോഴും അടുക്കളയിൽ തന്നെ ഒതുങ്ങിക്കൂടിയിരിക്കുന്നതിൻ്റെ കാരണം അത് തന്നെയാണ്. വീട്ടുകാരുടെ സപ്പോർട്ട് വേണം. നമ്മൾ തന്നെ നമ്മുടെ കഴിവുകളെ ഒന്ന് പുറത്തെടുക്കാൻ ശ്രമിച്ചാലേ അവർ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ, ഇല്ലെങ്കിൽ അവർ ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല. ഇനി രണ്ടാമതായിട്ട് ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ നമ്മൾ ഉപേക്ഷിക്കേണ്ട ഒരു ദുശ്ശീലം എന്ന് പറയുന്നത് എല്ലാവരെയും സംതൃപ്തിപ്പെടുത്തി ജീവിക്കാം എന്നുള്ളൊരു മനോഭാവം അല്ലെങ്കിൽ ചിന്തയാണ്. ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളവരുടെ ലിസ്റ്റ് എടുത്ത് നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ അവരെല്ലാവരും സ്വന്തമായിട്ട് അഭിപ്രായമുള്ളവരായിരുന്നു. സ്വന്തമായിട്ടൊരു കാര്യം ചെയ്യാനായിട്ട് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ കഴിവുള്ളവരായിരുന്നു. അതല്ലാതെ നമ്മളൊരു കാര്യം ചെയ്യാൻ തീരുമാനം എടുക്കുമ്പം തന്നെ പലരോടും പറഞ്ഞാൽ പലരുടെ അഭിപ്രായം പലതായിരിക്കും. കാരണം നിന്നെ കൊണ്ട് അതിന് കൊള്ളാവോ, നീ അത് ചെയ്താൽ വിജയിക്കുമോ, ഇങ്ങനെയൊക്കെയുള്ള നെഗറ്റീവ് തോട്ട്സ് ചിലപ്പോൾ പറഞ്ഞെന്നിരിക്കും. അതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഡിപ്രസ്ഡ് ആകും, പെട്ടെന്ന് നമ്മുടെ മൈൻഡ് നെഗറ്റീവ് ആകും. അതുകൊണ്ട് എല്ലാവരെയും സംതൃപ്തിപ്പെടുത്തി ജീവിക്കണമെന്നൊരു മനോഭാവം നമുക്കുണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ ഉപേക്ഷിക്കുക. നമ്മൾ എന്നാ നല്ലത് ചെയ്താലും ചിലർക്ക് സംതൃപ്തി ആകത്തുമില്ല. അങ്ങനെയും കൂടി നമ്മളൊന്ന് ചിന്തിക്കണം. ഇനി മൂന്നാമതായിട്ട് നമ്മൾ ഉപേക്ഷിക്കേണ്ട ദുശ്ശീലം എന്ന് പറയുന്നത് അമിതമായിട്ട് ചിന്തിക്കുന്ന ആ ഒരു ശീലമാണ്, ഓവർ തിങ്കിങ്. അതിപ്പോൾ നിസ്സാരമായിട്ട് പറഞ്ഞാൽ നമുക്കൊരു ചെറിയ ബിസിനസ് തുടങ്ങണം, അല്ലെങ്കിൽ ഒരു 2 വീലർ വാങ്ങണം, അല്ലെങ്കിൽ ഒരു ചെറിയ വീട് വെക്കണം. ഇതൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കുകയാണ്. പിന്നെ നമ്മളിത് ചിന്തിച്ചിട്ട് നമ്മൾ ഓർക്കും, നമ്മളിത് ചെയ്താൽ വിജയിക്കുമായിരിക്കുമോ, അല്ലെങ്കിൽ ബിസിനസ് ആണെങ്കിൽ നമ്മളിത് ചെയ്താൽ വിജയിക്കുമോ, ലോണൊക്കെ എടുത്തിട്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ വീട് വെക്കുന്നത് അല്ലെങ്കിൽ ബിസിനസ്സൊക്കെ ചെയ്യാനായിട്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. നമ്മളിത് ചെയ്താൽ ജയിക്കുമോ അല്ലെങ്കിൽ രക്ഷപ്പെടുമോ, പിന്നെ ഭാവിയിലേക്ക് അത് ദോഷമാവുമോ, ഇങ്ങനെയൊക്കെ അമിതമായിട്ട് ചിന്തിച്ചാൽ പിന്നെ നമുക്ക് ഒരു കാലത്തും ഒന്നും നമുക്ക് രക്ഷപ്പെടാനായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഭാവിയിലേക്കുള്ള ചിന്ത നല്ലതാണ്, ചിന്തിക്കുന്നതിൽ തെറ്റില്ല, മനുഷ്യനാണ്, ചിന്തിച്ചു പോകും. എന്നാൽ നമ്മൾ ചിന്തിച്ചു മാത്രം ഇരുന്നാൽ ചിന്തിച്ചാൽ ഒരു അന്തവും ഇല്ല, ചിന്തിച്ചില്ലെങ്കിൽ ഒരു കുന്തവും ഇല്ലെന്ന് പറഞ്ഞ പോലെ ചിന്തിക്കണം. നമ്മൾ വിവേകത്തോടു കൂടി ചിന്തിച്ചിട്ട് ആക്ഷൻ എടുക്കണം, പ്രവൃത്തി ചെയ്യണം. അതാണ് വേണ്ടത് വിജയത്തിന്. അതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അത് വിവേകത്തോടു കൂടി ചിന്തിച്ചിട്ട് അത് നമ്മൾ പ്രവർത്തിച്ചു കാണിക്കണം. അതല്ലാതെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ മാത്രം നമുക്കും പ്രയോജനമില്ല, മറ്റുള്ളവർക്കും പ്രയോജനമില്ല. ഇനി നാലാമതായിട്ട് നമ്മുടെ ജീവിത വിജയത്തിന് നമ്മൾ ഉപേക്ഷിക്കേണ്ട ഒരു ദുശ്ശീലം എന്ന് പറയുന്നത്, അത് ചാണക്യ നീതിയിലൊക്കെ പറയുന്നുണ്ട്, എല്ലാവരോടും എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ ഉപേക്ഷിക്കുക. ഞാനും അങ്ങനെ തന്നെയാണ്. കാരണം നമുക്കൊരു നല്ല കാലം വരുന്നതും അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളൊരു നല്ലത് ചെയ്യാൻ പോകുമ്പോഴും നമുക്കൊരു ദുഃഖം വന്നാലും എല്ലാം നമ്മൾ എല്ലാവരോടും വിളിച്ചു പറയും. അങ്ങനെ ഒരിക്കലും ചെയ്യരുതെന്നാണ് പറയുന്നത്. നമ്മുടെ പാസ്റ്റിൽ, അതായത് നമ്മുടെ ഭൂതകാലത്തിൽ എന്തെങ്കിലും നമ്മളെ വിഷമിപ്പിക്കുന്നതോ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളോ, ഇപ്പം നമ്മൾ, അതായത് പ്രസൻറ്റിൽ നമ്മൾ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാൻ പോകുന്നതോ, നമുക്കൊരു നന്മ വരുന്നതോ, അല്ലെങ്കിൽ ഭാവിയിലേക്ക് നമുക്ക് എന്തെങ്കിലും ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടെങ്കിലോ, ഇതൊക്കെ എല്ലാവരോടും തുറന്നു പറയരുത്. എല്ലാ മനുഷ്യരും ഒരുപോലെയല്ല, എല്ലാവരും നമ്മൾ പറയുന്ന രീതിയിൽ തന്നെ എടുക്കണമെന്നില്ല. അല്ലെങ്കിൽ നമുക്ക് അത്രമേൽ വിശ്വാസമുണ്ട് നമ്മളെ അവരൊരിക്കലും ചതിക്കില്ല, നമ്മളെ അത്രമേൽ അവർ സ്നേഹിക്കുന്നു സഹായിക്കുന്നു ഒക്കെ ഉണ്ടെന്ന് അങ്ങനെയുള്ളവരോട് മാത്രം നമുക്ക് തുറന്നു പറയാം. എല്ലാ കാര്യങ്ങളും എല്ലാവരോടും തുറന്ന് പറയരുതെന്ന് പറയുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് തന്നെ, നമ്മളിപ്പം പറയുന്ന കാര്യങ്ങൾ അവർ നമ്മൾ പറയുന്ന ഫീലിങ്സിലായിരിക്കില്ല ചിലപ്പോൾ എടുക്കുന്നത്. ഇപ്പം നമ്മുടെ ഭാവിയിലെ കാര്യങ്ങളോ പാസ്റ്റിലെ കാര്യങ്ങളോ എന്തായാലും നമ്മൾ പറയുമ്പം അവരത് പലരോട് ചിലപ്പോൾ പറഞ്ഞെന്നിരിക്കും. അപ്പം പലരും പറയുമ്പം പലരും നെഗറ്റീവായിട്ടായിരിക്കും അത് കേൾക്കുന്നതും നമ്മളോട് പറയുന്നതും. അപ്പോൾ എന്തായാലും നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നടപ്പിലായില്ലെന്ന് തന്നെ വരും. അതുകൊണ്ട് നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അത് നടപ്പിലാകുമെന്ന് പൂർണ്ണമായ ഉറപ്പുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ നടത്തിയതിന് ശേഷം മാത്രം മറ്റുള്ളവരോട് പറയുക. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ആർക്കും വിഷമം തോന്നുകയോ അല്ലെങ്കിൽ ആരെങ്കിലും ഫോക്കസ് ചെയ്തിട്ട് പ്രത്യേകം പറയുകയോ അങ്ങനെയൊന്നും ആണെന്ന് ആരും വിചാരിക്കരുത്. ഇതൊക്കെ ലോകത്ത് മനുഷ്യരുടെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. എന്ത് ചെയ്താലും ജീവിതത്തിൽ വിജയിക്കുന്നില്ല, അല്ലെങ്കിൽ മുന്നോട്ടൊന്നും ചെയ്യാൻ തോന്നുന്നില്ല എന്നും പറഞ്ഞ് നിരാശരായിട്ടിരിക്കുന്നവരുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള ദുസ്വഭാവങ്ങളുണ്ട്. അത് നമ്മളൊന്ന് കണ്ടെത്തിയിട്ട് നമ്മൾ ഒന്നുകിൽ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ കുറച്ചെങ്കിലും ഒന്ന് മാറ്റം വരുത്തി നോക്കാൻ ശ്രമിക്കണം. ഇനിയിപ്പം നമ്മൾ അഞ്ചാമതായിട്ട് ഉപേക്ഷിക്കേണ്ട ഒരു ദുശ്ശീലം എന്ന് പറയുന്നത് മാറ്റങ്ങളോടുള്ള ഭയമാണ്.
നമ്മളിപ്പോൾ ഒരു വീട്ടമ്മയാകാം, അല്ലെങ്കിൽ പുറത്ത് വർക്ക് ചെയ്യുന്നവരാകാം, എന്തും ആയിക്കോട്ടെ, നമ്മുടെ ജീവിത അന്തരീക്ഷവും അതുപോലെ തന്നെ ചുറ്റുപാടും പിന്നെ നമ്മൾ ജീവിക്കുന്ന ടെക്നോളജി കാര്യങ്ങൾ ഇതെല്ലാം പെട്ടെന്നൊരു മാറ്റം വന്നെന്നിരിക്കും. ഇപ്പോൾ ഒരു വീട്ടമ്മയാണെങ്കിൽ നമ്മൾ എന്നും രാവിലെ എഴുന്നേൽക്കുന്നു, കിച്ചണിൽ കയറുന്നു, വൈകുന്നേരം വരെ ജോലികൾ ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്നും തന്നെ ചെയ്യുന്നത്. ഇതിൽ നിന്ന് ഇടയ്ക്ക് ഒരു ദിവസം ഒരു മാറ്റം വന്നാൽ നമുക്ക് ഭയമാണ്. അതുകൊണ്ട് നമ്മൾ ഏത് ജോലി ചെയ്യുന്നവരായാലും നമ്മുടെ ജീവിത സാഹചര്യത്തിൽ ഒരു ദിവസമെങ്കിലും ചെറിയൊരു മാറ്റങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി കൂടുതലോ അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പുറത്തേക്ക് പോകേണ്ട കാര്യങ്ങളോ ഇപ്പോൾ വീട്ടിലെ കാര്യം ഒന്ന് ചെറുതായിട്ടൊന്ന് പെൻഡിങ് ആവുമോ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ, ഓഫീസിലെ കാര്യമായാലും പെൻഡിങ് ആവുമോ എന്തെങ്കിലും ചെയ്താൽ നമ്മൾ ഉടനെ മാറ്റത്തെ ഭയക്കാതെ നമ്മൾ ആ സാഹചര്യത്തെ മനസ്സുകൊണ്ട് അംഗീകരിച്ചിട്ട് നമ്മൾ സ്വയം മാറാനായിട്ട് ശ്രമിക്കണം. അങ്ങനെ മാറി വരുന്ന സാഹചര്യത്തെ നാം ഭയക്കാതെ സ്വയം അവയോട് പൊരുത്തപ്പെടാനായിട്ട് മനസ്സ് കാണിക്കണം. സ്വന്തം വീട്ടിലായാലും നമ്മുടെ സമൂഹത്തിലായാലും ഒക്കെ നമ്മൾ ചെല്ലുന്നിടമൊക്കെ നമുക്ക് എപ്പോഴും എല്ലാ സാഹചര്യങ്ങളും നമുക്കിപ്പോൾ അനുകൂലമായെന്ന് വരില്ല. അതുകൊണ്ട് സാഹചര്യത്തെ നാം മനസ്സിലാക്കി അവയോട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക. ഇനി ആറാമതായിട്ട് ചിലർക്കൊരു സ്വഭാവമുണ്ട്. നമ്മൾ പാസ്റ്റ് ലൈഫ്, അതായത് ഭൂതകാലത്തിൽ തന്നെ ജീവിച്ചുകൊണ്ട് അതേ ചിന്തകൾ മാത്രം ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുന്നത്. പണ്ട് ഞാൻ ഇങ്ങനെയല്ലായിരുന്നു, പണ്ടത്തെ എൻ്റെ ജീവിത രീതി ഇതല്ലായിരുന്നു, പണ്ട് നമുക്ക് കിട്ടിയ നേട്ടങ്ങൾ അല്ലെങ്കിൽ പരാജയങ്ങൾ ഇതെല്ലാം നമ്മളിപ്പോഴും ചിന്തിച്ച് വെറുതെ ടൈം വേസ്റ്റ് ആക്കി ഇങ്ങനെ ഇരിക്കുന്ന ഒരു സ്വഭാവം ചിലർക്കുണ്ട്. അതായത് ആ ഭൂതകാലത്തെ മാത്രം നമ്മൾ അവിടുന്ന് ഇപ്പോഴും ഇങ്ങോട്ട് വിട്ടു പോന്നിട്ടില്ല. പാസ്റ്റിൽ നമുക്ക് ചിലപ്പം നല്ല ജീവിത രീതി ആയിരുന്നായിരിക്കും, ഇപ്പോൾ അതിലും കൂടുതൽ കഷ്ടപ്പാടൊക്കെ ഉണ്ടായിരിക്കും. ഓരോ ജീവിത സാഹചര്യം മാറുന്നതനുസരിച്ച് നമുക്ക് ചിലപ്പോൾ നേട്ടങ്ങളും അല്ലെങ്കിൽ പരാജയം ഒക്കെ വന്നെന്നിരിക്കും. എങ്കിൽ ആ പണ്ടത്തെ കാര്യം മാത്രം ചിന്തിച്ച് നമുക്ക് ഇപ്പം മുന്നോട്ട് ജീവിക്കുന്നതിൽ അർത്ഥമില്ല. നമ്മളിപ്പോൾ ഈ പ്രസൻറ്റ് ലൈഫാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതായത് ഈ പ്രസൻറ്റ് ലൈഫിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നാളത്തേക്ക് നമുക്ക് എങ്ങനെ ജീവിതം വിജയിപ്പിക്കാൻ പറ്റും, നാളത്തേക്ക് എന്തെല്ലാം കരുതാൻ പറ്റും, അങ്ങനെ നമ്മൾ ചിന്തിക്കുക. അപ്പോൾ അതുകൊണ്ട് ജീവിത വിജയത്തിന് നമ്മൾ ആ കാര്യം കൂടി ഓർക്കുക. പാസ്റ്റ് ലൈഫ് നമ്മൾ മറന്നേക്കുക. അതിപ്പം കഷ്ടപ്പാടായാലും വിജയമായാലും നേട്ടമായാലും എന്തായാലും നമ്മൾ ഇപ്പോഴത്തെ ഈ ജീവിത സാഹചര്യം മാത്രം നോക്കുക. മുന്നോട്ടുള്ളത് നമ്മൾ കരുതേണ്ടത് അത് ചിന്തിക്കുക. ഇനി ലാസ്റ്റ് വൺ, നമ്മൾ ഏഴാമതായിട്ട് ഉപേക്ഷിക്കേണ്ട ദുശീലം എന്ന് പറയുന്നത് അവനവനെ തന്നെ വിശ്വാസം ഇല്ലാത്തൊരു സ്വഭാവം അല്ലെങ്കിൽ ശീലം. നമ്മൾ ഒരു രീതിയിലും വിജയിക്കില്ല അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താലും രക്ഷപ്പെടില്ല എന്നിങ്ങനെ നമുക്ക് തന്നെ സ്വയം ഒരു തോന്നലുണ്ടെങ്കിൽ പിന്നെ നമ്മളെ ആര് വിശ്വസിക്കും? അതിപ്പോൾ ഒരു കുഞ്ഞ് നടക്കാൻ പഠിക്കുമ്പം എന്താ പറയുക, പല പ്രാവശ്യം വീണിട്ടാണ് അവൻ സ്വയം നടക്കാൻ പഠിക്കുന്നത്. അതുപോലെ നമ്മളൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ ചിലപ്പോൾ 100% സക്സസ് ആവണമെന്നില്ല, ഒരു 50% മാത്രമേ വിജയിച്ചുള്ളൂ വരും. എങ്കിലും നമ്മൾ പതറാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കത് വിജയത്തിൽ എത്തിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് എത്ര നിസ്സാരമായ കാര്യങ്ങളാണെങ്കിലും എത്ര വലിയ കാര്യങ്ങളാണെങ്കിലും നമ്മളെ കൊണ്ട് പറ്റും എന്നൊരു സെൽഫ് കോൺഫിഡൻസ് നമുക്കുണ്ടായാൽ തന്നെ ജീവിതം വിജയിക്കും. എല്ലാറ്റിനുമുപരി നമ്മളൊക്കെ വിശ്വസിക്കുന്നത് ഏത് മതത്തിലായാലും ആ മതത്തിൽ നമ്മുടെ വിശ്വാസം അനുസരിച്ച് നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിന് എല്ലാ കാര്യങ്ങൾക്കും ഒരു നന്ദി അർപ്പിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ജീവിത വിജയത്തിന് നമ്മൾ ഉപേക്ഷിക്കേണ്ട കുറച്ച് ശീലങ്ങൾ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് കാണാം. ബൈ.